Hello students, welcome back to our channel ChemQueen. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഐസോമെറിസമാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഐസോമെറിസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ഫിനോമിനൺ ഓഫ് അല്ലേ, അതൊരു ഫിനോമിനൺ ആണ്. ഐസോമെറിസം എന്ന് പറഞ്ഞൊരു ഫിനോമിനൺ ആണ്. എന്താ ഫിനോമിനൺ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരേ മോളിക്കുലർ ഫോമുല ആയിരിക്കും, പക്ഷേ അവരുടെ പ്രോപ്പർട്ടീസിൽ അവർക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സെയിം മോളിക്കുലർ ഫോമുല ഉണ്ടായിട്ട് പ്രോപ്പർട്ടീസിൽ വ്യത്യാസം കാണിക്കുന്ന ആ ഫിനോമിനൺ, അതിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അല്ലേ. ഐസോമെറിസത്തെ രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? സ്ട്രക്ചറൽ ഐസോമെറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം. അതായത് ഒരേ മോളിക്കുലർ ഫോമുല ഉണ്ടായിട്ട് അവരുടെ സ്ട്രക്ചറിലാണ് വ്യത്യാസമെങ്കിൽ അതിനെ സ്ട്രക്ചറൽ ഐസോമെറിസം എന്നും, ഒരേ മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിന് റീസൺ അതിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് സ്റ്റീരിയോ കെമിക്കൽ അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ നമ്മളതിനെ സ്റ്റീരിയോ ഐസോമെറിസം എന്ന് വിളിക്കും. ഓക്കെ, സ്ട്രക്ചറൽ ഐസോമെറിസം തന്നെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ചെയിൻ ഐസോമെറിസം. സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ ആദ്യത്തത് ചെയിൻ ഐസോമെറിസം, രണ്ടാമത്തത് പൊസിഷൻ ഐസോമെറിസം, മൂന്നാമത്തത് ഫങ്ഷണൽ ഐസോമെറിസം, നാലാമത്തത് മെറ്റാമെറിസം. ഇത് നാലുമാണ് നമ്മൾ നോർമലി പഠിക്കുന്ന 4 സ്ട്രക്ചറൽ ഐസോമെറിസംസ്. സ്റ്റീരിയോ ഐസോമെറിസത്തിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ജോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസം വീണ്ടും രണ്ട് തരം: ജോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം നിങ്ങൾക്ക് അറിയാമായിരിക്കും, സിസ് ട്രാൻസ് ഐസോമെറിസം, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗ്രൂപ്പ്സിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം കൊണ്ട്. ഒപ്റ്റിക്കൽ ഐസോമെറിസം കൈറാലിറ്റി ഒക്കെ വരുന്നത് കൊണ്ടാണ് ഒപ്റ്റിക്കൽ ഐസോമെറിസം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജനറലി അറിയാവുന്നതാണ്. എന്നാൽ നിങ്ങൾ അറിയാതെ പോയാൽ എന്നാൽ എൻട്രൻസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2 സ്ട്രക്ചറൽ ഐസോമെറിസം കൂടെ ഉണ്ട്. അത് രണ്ടും ശരിക്കും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നത് തന്നെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ആ 2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നേക്കണേ. 5ാമത്തെ ഐസോമെറിസം എന്ന് പറയുന്നത് റിംഗ് ചെയിൻ ഐസോമെറിസം. ശരിക്കും പറഞ്ഞാൽ ഈ റിംഗ് ചെയിൻ ഐസോമെറിസം ഈസ് എ കാറ്റഗറി ഓഫ് ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഐസോമെറിസത്തിൻ്റെ തന്നെ ഒരു വേറൊരു വേർഷനാണ് റിംഗ് ചെയിൻ ഐസോമെറിസം. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 6ാമത്തതാണ് ടോട്ടോമെറിസം. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന ഏരിയാസാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 2 ഐസോമെറിസം കൂടെ നിങ്ങൾ ഫെമിലർ ആയിരിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം സ്ട്രക്ചറൽ ഐസോമെറിസം എല്ലാം ഞാനൊന്ന് പെട്ടെന്ന് പറയാം, അതിന് ശേഷം നമുക്ക് റിംഗ് ചെയിനും ടോട്ടോമെറിസം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ചെയിൻ ഐസോമെറിസമാണ്. ഓൾറെഡി നമ്മൾ ഐസോമെറിസം എന്താണെന്ന് പറഞ്ഞു. സെയിം മോളിക്കുലർ ഫോമുല ആയിരിക്കും, ബട്ട് സ്ട്രക്ചറിലുള്ള വ്യത്യാസം, അതാണ് സ്ട്രക്ചറൽ ഐസോമെറിസം. ആ സ്ട്രക്ചറിലുള്ള വ്യത്യാസം അവരുടെ ചെയിനിലാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമെറിസം എന്നാണ്. സെയിം മോളിക്കുലർ ഫോമുല ആയിരിക്കും, സ്ട്രക്ചറിലാണ് വ്യത്യാസം വരുന്നത്. സ്ട്രക്ചറിൽ തന്നെ എവിടെ വ്യത്യാസം? ചെയിൻ ലെങ്ത്തിൽ വ്യത്യാസം വന്നാൽ അതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബ്യൂട്ടൈൻ എഴുതുകയാണ്. നോർമൽ ബ്യൂട്ടൈൻ ഫോമുല എന്താ? C4H10 അല്ലേ, അതാണ് ബ്യൂട്ടൈൻ്റെ ഫോമുല. ബ്യൂട്ടൈൻ്റെ ഫോമുല നമ്മൾ നോർമൽ ബ്യൂട്ടൈൻ്റെ ഫോമുല എങ്ങനെ എഴുതാം? CH3 CH2 CH2 CH3. ഇതാണ് നോർമൽ ബ്യൂട്ടൈൻ. എന്നാൽ ഞാനിതിനെ വേറൊരു രീതിയിൽ എഴുതുവാണേ. CH3 CH3 CH2 1 2 3 4 ഓക്കെ CH3. ഇപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ C4 4 കാർബൺ ഉണ്ട്, 10 ഹൈഡ്രജൻ ഉണ്ട്. C4H10 തന്നെയല്ലേ ഇതിൻ്റെ ഫോമുല. സോ ഇവരുടെ 2 പേരുടെയും ഫോമുല സെയിം ആണ്. രണ്ടും C4H10 ആണ്. പക്ഷേ ഇത് രണ്ടും ബ്യൂട്ടൈൻ ആണോ? അല്ല, ഇത് നോർമൽ ബ്യൂട്ടൈൻ ആണ്. ഇയാളുടെ പേരെന്താ? ദിസ് ഇസ് 2-methyl propane. ഇതിൻ്റെ പേര് 2-methyl propane എന്നാണ്. കണ്ടോ? അപ്പോൾ അവർ 2 പേരും 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സാണ്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അവരുടെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വന്നത്? മോളിക്കുലർ ഫോമുല സെയിം ആയിട്ടും അവരുടെ എന്ത് വ്യത്യാസപ്പെട്ടു? സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടു. സ്ട്രക്ചറിൽ തന്നെ എന്തിലെ വ്യത്യാസം വന്നത്? ചെയിൻ ലെങ്ത് വ്യത്യാസപ്പെട്ടു. 4 കാർബൺ സ്ട്രെയിറ്റിലായിരുന്നത് ഇപ്പോൾ 3 കാർബണേ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൂ. ചെയിൻ ലെങ്ത് വ്യത്യാസപ്പെട്ടു. അങ്ങനെയുള്ള ഐസോമെറിസത്തെയാണ് നമ്മൾ ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നമുക്ക് പെൻഡെയിൻ നോക്കാം. C5H12. പെൻഡെയിൻ്റെ നോർമൽ പെൻഡെയിൻ നമ്മളിങ്ങനെ എഴുതും: CH3 CH2 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 CH3 1 2 3 4 5. ഇതാണ് നോർമൽ പെൻഡെയിൻ. ഇനി ഇതിനെ നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ എഴുതാം? വേറെ രീതിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്:
CH3 CH ഒരാൾ ബ്രാഞ്ചാക്കി ഇട്ട് കൊടുക്കാമല്ലോ. കണ്ടോ, ഇതിൻ്റെ പേരെന്താ? 2-methyl butane. 2-methyl butane. ഇതിൻ്റെ ഫോമുലയും C5H12 തന്നെയല്ലേ നോക്കിയേ. 5 കാർബൺസ്, 3 6 3 9 11 1 12 ഹൈഡ്രജൻ. കണ്ടോ, സെയിം മോളിക്കുലർ ഫോമുലയാണ്, പക്ഷേ ചെയിനിൽ വ്യത്യാസം വന്നു. ഇനി വേറൊരെണ്ണം കൂടെ എഴുതി നോക്കാം. CH3 CH3 CH3. ഇതിൻ്റെ മോളിക്കുലർ ഫോമുല നോക്കിയേ. C5 H എത്ര വരും? 3 3 6 9 12 H12. കണ്ടോ, C5H12 തന്നെ വന്നു. ഇത് വേറെ കോമ്പൗണ്ടാണ്. ഇതിൻ്റെ പേരെന്താ? 2,2-dimethyl propane. കണ്ടോ, അപ്പോൾ ആദ്യം നോർമൽ പെൻറ്റെയിൻ 5 കാർബൺ സ്ട്രൈറ്റ് ചെയിനിലായിരുന്നു. പിന്നെ അത് ബ്യൂട്ടൈനായി 4 കാർബണായി. പിന്നെ അത് പ്രൊപ്പെയിനായി. ഇനി നമുക്ക് വേറൊരെണ്ണം ഇതിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ പെൻറ്റെയിൻ്റെ കേസിൽ നമുക്ക് ഈ 3 തന്നെ എഴുതാൻ പറ്റുള്ളൂ. സോ നമുക്ക് പറയാം പെൻറ്റെയിന് 3 ചെയിൻ ഐസോമേഴ്സ് ഉണ്ടെന്ന് പറയാം. ബ്യൂട്ടൈനോ? ബ്യൂട്ടൈന് 2 ചെയിൻ ഐസോമേഴ്സ്, നോർമൽ ബ്യൂട്ടൈനും 2-methyl പ്രൊപ്പെയിനും. കണ്ടോ, ഇങ്ങനെ എഴുതുന്നതിനാണ് ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഫിനോമിനനാണ് ചെയിൻ ഐസോമേഴ്സ്. ചെയിൻ ഐസോമേഴ്സ് എഴുതാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഇക്വേഷനൊന്നുമില്ല. ഇതുപോലെ നമ്മൾ എഴുതി നോക്കണം. പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻക്രീസസ് ചെയിൻ ഐസോമേഴ്സ് ഓൾസോ ഇൻക്രീസസ്. ഇപ്പോൾ ബ്യൂട്ടൈന് 2 എണ്ണമല്ലേ ഉണ്ടായുള്ളൂ, പെൻറ്റെയിൻ വന്നപ്പോൾ 3 എണ്ണമായില്ലേ. ഇനി ഹെക്സൈൻ വരുമ്പോൾ 3 കൂടുതലായിരിക്കും. അത് എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എഴുതി തന്നെ നോക്കണം. പക്ഷേ അത് 3 കൂടുതലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ചെയിൻ ഐസോമറിസം. എളുപ്പമല്ലേ ചെയിൻ ഐസോമറിസം? രണ്ടാമത്തെ സ്ട്രക്ചറൽ ഐസോമറിസം പൊസിഷൻ ഐസോമറിസാണ്. അതും നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടും. പൊസിഷൻ, ആരുടെയോ പൊസിഷനാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ആരുടെ ആയിരിക്കും പൊസിഷൻ വ്യത്യാസപ്പെടാൻ സാധ്യത? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം 2 മോളിക്യൂളിലും, പക്ഷേ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ എന്തിൽ വ്യത്യാസം വന്നിരിക്കണം? പൊസിഷനിൽ വ്യത്യാസം വന്നിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ദേ CH3 CH2 CH2 OH. ഇതിൻ്റെ പേരെന്താ? ദിസ് ഈസ് പ്രൊപ്പാൻ 1-ol. 3 കാർബൺ ഉണ്ടായിട്ട് ഫസ്റ്റ് പൊസിഷനിൽ OH വന്നിരിക്കുന്നു. ഇനി ഞാൻ വേറൊന്നും എഴുതാണേ. CH3 CH OH CH3. ഇതിൻ്റെ പേരെന്താ? അപ്പോൾ പ്രൊപ്പാൻ 2-ol. കണ്ടോ, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നോക്കിയേ, പ്രൊപ്പാൻ 1-olഉം പ്രൊപ്പാൻ 2-olഉം. എന്താ സംഭവിച്ചേ? OH അതിൻ്റെ പൊസിഷൻ മാറ്റി. ഫോമുല സെയിം അല്ലേ? നോക്കിയേ, രണ്ടിലും 3 കാർബൺ 8 ഹൈഡ്രജൻ 1 ഓക്സിജൻ. കണ്ടോ, അപ്പം മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷെ അവരുടെ ചെയിൻ ലെങ്ത്തിലല്ല വ്യത്യാസം. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിട്ട് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിൻ്റെ പൊസിഷൻ മാറ്റി. അങ്ങനെ പൊസിഷൻ മാറ്റുന്നതിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമർസ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഡബിൾ ബോണ്ട് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് വെച്ചൊരു എക്സാമ്പിൾ നോക്കാൻ വേണമെങ്കിൽ CH3 CH ഡബിൾ ബോണ്ട് CH3. ഇതിൻ്റെ പേരെന്താ? ബ്യൂട്ട് 2-ene. സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നു. ബ്യൂട്ട് 2-ene. അങ്ങനെയാണെങ്കിൽ ഇതോ? ഇതിൻ്റെ പേരെന്താ? ദിസ് ഈസ് ബ്യൂട്ട് 1-ene. കണ്ടോ, ബ്യൂട്ട് 1-eനും ബ്യൂട്ട് 2-eനും എന്ത് ഐസോമേഴ്സാ? ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. ബിക്കോസ് ചെയിൻ സെയിം ആണ്, മോളിക്കുലർ ഫോമുല സെയിം ആണ്. എന്തെല്ലാം വ്യത്യാസം വന്നേ? അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് നീങ്ങിയിരുന്നു, പൊസിഷൻ മാറ്റിയിരുന്നു. അപ്പോൾ ഫങ്ഷണൽ ഐസോമർസും പൊസിഷൻ ഐസോമർസും കണ്ടുപിടിക്കാൻ നമുക്ക് നെയിമിൽ നിന്ന് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ, ഈ പൊസിഷൻ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അത് പൊസിഷൻ ഐസോമർസ് ആയിരിക്കും. അപ്പോൾ പൊസിഷൻ ഐസോമർസും പേരാണ് ഓപ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരെ നമുക്ക് എഴുതി നോക്കേണ്ടി വരും. പക്ഷേ പൊസിഷൻ ഐസോമർസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മിക്കവാറും പൊസിഷൻ ഐസോമർസും ആൽക്കഹോളും ഡബിൾ ബോണ്ടും ആണ് ഏറ്റവും കൂടുതൽ പൊസിഷൻ ഐസോമർസും കാണിക്കാറുള്ളത്. ഈ ആൽഡിഹൈഡ്സിനൊന്നും പൊസിഷൻ ഐസോമർസും കാണിക്കാൻ പറ്റില്ല, കാരണം അവർ ടെർമിനൽ ഗ്രൂപ്പ്സ് അല്ലേ. ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡ് എല്ലാം ടെർമിനൽ ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് അവരങ്ങനെ മാറിക്കളിക്കാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് അവരെക്കാളൊക്കെ കൂടുതൽ ആൽക്കഹോളും ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ട്രിപ്പിൾ ബോണ്ടിനും കാണിക്കാം. ഇങ്ങനെയുള്ളവരാണ് കൂടുതലും പൊസിഷൻ ഐസോമർസും കാണിക്കുക. അപ്പോൾ ഓപ്ഷൻസിൽ അങ്ങനെയുള്ളവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എളുപ്പമല്ലേ അതും? നെക്സ്റ്റ് ഇസ് ഫങ്ഷണൽ ഐസോമറിസം. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. രണ്ട് പറഞ്ഞാലും സെയിം ആണ്. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടും. എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരേ മോളിക്കുലർ ഫോമുല, ഒരേ ചെയിൻ ആയിരിക്കാം. ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന പൊസിഷനും ചിലപ്പോൾ സെയിം ആയിരിക്കാം, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വന്നാൽ അതിനെയാണ് ഫങ്ഷണൽ ഐസോമർസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു മോളിക്യൂൾ ഏതാണ്? CH3 CH2 OH. ഇതാരത്? ദിസ് ഇസ് എത്തനോൾ. ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ആൽക്കഹോളാണ്. ഇതിന് മോളിക്കുലർ ഫോമുല എന്ത് വരും? C2H7H6 അല്ലേ? C2H6O. ഇതാണ് ഇതിൻ്റെ ഫോമുല വരിക. ഇനി ഞാൻ വേറൊരെണ്ണം ഏതാണ്? CH3OCH3. ഇതിൻ്റെ പേരെന്താ? ഇതൊരു ഈതറാണല്ലേ. ഈതറിൻ്റെ പേരെന്താ? മെത്തോക്സിമീഥേൻ. മെത്തോക്സിമീഥേൻ എന്നാണ് ഈ ഈതറിൻ്റെ പേര്.
ഈതറിൻ്റെ ഫോമുല നോക്കിയേ, C2H6O. കണ്ടോ, രണ്ടുപേരുടെ മോളിക്കുലർ ഫോമുല സെയിം അല്ലേ? നോക്കിയേ, രണ്ടുപേരുടെ മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷേ രണ്ടും രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഒരാൾ ആൽക്കഹോൾ ആണെങ്കിൽ മറ്റൊരാൾ ഈതറാണ്. അപ്പോൾ അവരുടെ എന്തിലാണ് വ്യത്യാസം വന്നേ? ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വന്നത്. അങ്ങനെ വരുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമറിസം അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്നാണ്. ഇതും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്, കാരണം ആൽക്കഹോൾ ഓൾവേസ് ഫോം ഫങ്ഷണൽ ഐസോമറിസം വിത്ത് ഈതർ. ആൽക്കഹോളും ഈതറുമാണ് എപ്പോഴും ഫങ്ഷണൽ ഐസോമറിസം ചെയ്യുള്ളൂ, അല്ലാതെ ആൽക്കഹോൾ വേറെ ആളുടെ കൂടെ ചെയ്യില്ല. അതുപോലെ ഫങ്ഷണൽ ഐസോമറിസം നടത്തുന്ന വേറെ പേരാണ് ആൽഡിഹൈഡും കീറ്റോൺ. ആൽഡിഹൈഡും കീറ്റോണും തമ്മിലാണ് എപ്പോഴും ഫങ്ഷണൽ ഐസോമറിസം നടത്തുക. CH3 CH2 CH2 CHO. ഇതൊരു ആൽഡിഹൈഡാണ് അല്ലേ? ഇതേതാ വരിക? ബ്യൂട്ടനാൽ. 4 കാർബൺ ഉള്ളത് ബ്യൂട്ടനാൽ. ഇനി ഞാൻ വേറെ ഒരെണ്ണം എഴുതാണ്, CH3 CO CH2 1 2 3 4. ഇതിൻ്റെ പേരെന്താ? ദിസ് ഇസ് ബ്യൂട്ടനോൺ. ബ്യൂട്ടനാലും ബ്യൂട്ടനോണും രണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല സെയിം ആണോ നോക്കിയേ. 2 4 കാർബൺ ആണ്, 3 2 5 2 7 1 8 ഹൈഡ്രജൻ, 3 2 5 3 8 ഹൈഡ്രജൻ. ഓക്കെ ആണ്. ഒരു ഓക്സിജൻ. രണ്ടുപേരുടെ മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷേ അവരുടെ എന്തിലാണ് വ്യത്യാസം? ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെട്ടു. ഒന്ന് ആൽഡിഹൈഡ് ആണെങ്കിൽ മറ്റൊന്ന് കീറ്റോൺ ആണ്. അപ്പോൾ ആൽഡിഹൈഡ് ഫോംസ് ഫങ്ഷണൽ ഐസോമേഴ്സ് വിത്ത് കീറ്റോൺ ആൻഡ് ആൽക്കഹോൾ ഫോം ഫങ്ഷണൽ ഐസോമർ വിത്ത് ഈതർ. അപ്പോൾ ആ പെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ ഐസോമർസ് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പിക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ പെയർ നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ ഫങ്ഷണൽ ഐസോമർസ്. അതും വളരെ സിമ്പിളായിട്ടുള്ള ഐസോമർസ് അല്ലേ? സ്ട്രക്ചറൽ ഐസോമർസത്തിൽ അടുത്ത സിമ്പിളായിട്ടുള്ളൊരു ഐസോമർസാണ് മെറ്റാമർസ് എന്ന് പറയും. മെറ്റാമർസ് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചെയിൻ ലെങ്ത്തിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമർസാണ് മെറ്റാമർസ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചെയിൻ ലെങ്ത്ത് വ്യത്യാസപ്പെട്ട വേറൊരു മോളിക്യൂളും അവർ തമ്മിലുള്ളത് ആ ഐസോമർസമാണ് മെറ്റാമർസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി കാണിക്കുന്നത് ഈതർ, കീറ്റോൺ, സെക്കൻഡറി ആൻഡ് ടേഴ്സറി അമീൻസ് ആണ്. കൂടുതലും ഈതറാണ് നമുക്ക് വരിക. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഈതർ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഇപ്പോൾ നമുക്ക് കീറ്റോണും സെക്കൻഡറി ആൻഡ് ടേഴ്സറി അമീൻസും കൂടെ മെറ്റാമർസം കാണിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഈ കീറ്റോൺസ് കാണിക്കുന്ന മെറ്റാമർസത്തെ നമുക്ക് പൊസിഷൻ ഐസോമർസ് എന്നും പറയാം. കാരണം കീറ്റോൺ കാണിക്കുന്ന മെറ്റാമർസ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെയിൻ ലെങ്ത്തിൽ വ്യത്യാസം വരിക. അതായത് C ഡബിൾ ബോണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുക, അതിനെ പൊസിഷൻ ഐസോമർസ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് മെറ്റാമർസം ആണ്. മിക്കവാറും ഈതർ തന്നെയായിരിക്കും ചോദിക്കുക, ഓപ്ഷനിൽ ഉണ്ടാവുക. നമുക്കൊരു ഈതർ എക്സാമ്പിൾ എഴുതി നോക്കാം. CH3O CH2 CH2 CH3. ഇതിൻ്റെ പേര് മെത്തോക്സിപ്രൊപ്പെയിൻ. ഇനി ഞാൻ വേറെ രീതിയിൽ ഇതിന് എഴുതാണ് CH3 CH2O CH2 CH3. അപ്പം ഇതിൻ്റെ പേരെന്താ? എത്തോക്സി ഈതെയിൻ. രണ്ടിൻ്റെ ഫോമുല ഒന്ന് നോക്കി. 4 കാർബൺ, 3 3 6 4 10 ഹൈഡ്രജൻ. ഇവിടെയോ 4 കാർബൺ, 6 4 10 ഹൈഡ്രജൻ, പിന്നെ ഒരു ഓക്സിജൻ. അപ്പോൾ C4H10O. രണ്ടിൻ്റെ ഫോമുല സെയിം തന്നെയാണ്, രണ്ടിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആണ് അല്ലേ? അപ്പോൾ എന്തായാലും ഫങ്ഷണൽ ഐസോമർസ് അല്ല. പിന്നെ സംശയിക്കാവുന്നത് പൊസിഷൻ ഐസോമർസ് ആണ്. ഈതർ കാണിക്കുന്ന പൊസിഷൻ ഐസോമർസിനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത്? മെറ്റാമർസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചെയിൻ ലെങ്ത്തിൽ വ്യത്യാസം വന്നു, ഇതിനെയാണ് മെറ്റാമർസ് എന്ന് പറയുന്നത്. ഇത് തന്നെ കീറ്റോൺസിന് കാണിക്കാം. ഇതുപോലെ തന്നെ കീറ്റോൺ എഴുതി നോക്കാം. CH3 CO CH2 CH2 CH3. കണ്ടോ, CO സെക്കൻഡ് പൊസിഷനിലായിരുന്നു. ഇനി അത് മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? CH3 CH2 CO CH2 CH3. കണ്ടോ, ഇങ്ങനെയും എഴുതാം. ഇവർ തമ്മിൽ എന്താ? മെറ്റാമേഴ്സ് ആണ്. ഇവർ തമ്മിൽ മെറ്റാമേഴ്സ് മാത്രമല്ല, ഇവർ തമ്മിൽ വേണമെങ്കിൽ നമുക്ക് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം. കാരണം ദിസ് ഇസ് ഇപ്പോൾ 1 2 3 4 5 പെൻഡാൻ 2 ഓൺ ആണ്. ഇതോ പെൻഡാൻ 3 ഓൺ. അപ്പോൾ പെൻഡാൻ 2 ഓണും പെൻഡാൻ 3 ഓണും എന്തിലെ വ്യത്യാസം? സെയിം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിലെ വ്യത്യാസം വന്നത്. സോ ഇത് പൊസിഷൻ ഐസോമർ ആയിട്ട് കണക്കാക്കാം നമുക്ക്, അതുപോലെ തന്നെ മെറ്റാമർസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിൽ മെറ്റാമർസത്തിന് ഓൾറെഡി ഈതർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാച്ച് ചെയ്യേണ്ടത് പൊസിഷൻ ഐസോമർ ആയിട്ടായിരിക്കണം. ക്ലിയർ? ഈതർ ഉണ്ടെങ്കിൽ അതാണ് മെറ്റാമർസത്തിൽ എഴുതാൻ പാടുള്ളൂ. ഇനി ഈതർ ഇല്ല, നമ്മളുടെ കയ്യിൽ മെറ്റാമർസത്തിൻ്റെ ഓപ്ഷൻ ഇത് മാത്രമേ എഴുതാനുള്ളൂങ്കിൽ ഇതിനെ മെറ്റാമർസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതർവൈസ് ഇതിന് നിങ്ങൾക്ക് പൊസിഷൻ ഐസോമർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി സെക്കൻഡറി അമീൻ ഇതുപോലെ കാണിക്കും. അതെന്താക്കിയാൽ മതി? ഇതിന് പകരം ഇവിടെ NH ആക്കിയാൽ മതി. NH CH2 CH2 CH3. ഇനി ആ NH പൊസിഷൻ മാറ്റും. CH3 CH2 NH CH2 CH3. കണ്ടു, ഇങ്ങനെ പൊസിഷൻ മാറ്റിയാൽ അതതിൻ്റെ മെറ്റാമറായി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നോർമലി മെറ്റാമർസം കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഐസോമർസാണ്, കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ സ്ട്രക്ചറൽ ഐസോമർസം മെറ്റാമർസാണ്.
അടുത്ത സ്ട്രക്ചറൽ ഐസോമർസത്തിൽ പെട്ടതാണ് റിംഗ് ചെയിൻ ഐസോമർസം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ NCERT സിലബസിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഐസോമർസം സ്പെഷ്യലായിട്ട് നമ്മൾ സ്കൂളിലൊന്നും എടുത്ത് പഠിക്കുന്നില്ല. പക്ഷേ എൻട്രൻസിന് ഇത് ആവശ്യം വരാറുണ്ട്. ഇത് ആവശ്യം വരാറുണ്ടെന്ന് വെച്ചാൽ റിംഗ് ചെയിൻ ഐസോമർസം എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും അങ്ങനെയൊന്നുമല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ റിംഗ് ചെയിൻ ഐസോമർസം ശരിക്കും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിൻ്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിൽ പെട്ടതാണ് അത് ശരിക്കും. ഈ റിംഗ് ചെയിൻ ഐസോമർസത്തിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. പക്ഷെ നമ്മളോടൊരു മോളിക്യൂളിൻ്റെ ഐസോമേഴ്സിൻ്റെ എണ്ണം ചോദിക്കുമ്പോൾ നമ്മളതിൽ റിംഗ് ചെയിൻ ഐസോമർ എഴുതാൻ വിട്ടുപോയാൽ നമ്മുടെ എണ്ണം തെറ്റിപ്പോവും. ഇപ്പോൾ ആക്ച്വലി ഒരു മോളിക്യൂളിന് 5 ഐസോമറാണ് ഉള്ളതെങ്കിൽ നമ്മൾ ചെയിൻ ഐസോമർ, പൊസിഷന്, ഫങ്ഷണൽ, മെറ്റാമറിസം ഇത് 4 നോക്കിയപ്പോൾ നമുക്ക് 4 കിട്ടിയുള്ളൂ. അതിൻ്റെ റിംഗ് ചെയിൻ ഐസോമർ നമ്മൾ എഴുതാൻ മറന്നുപോയാൽ നമ്മൾ ഓപ്ഷൻ 4 എന്നുള്ള നമ്പർ ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. 5 എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ അത് തെറ്റിപ്പോവും. അങ്ങനെയുള്ള കേസസിൽ റിംഗ് ചെയിൻ ഐസോമർസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ റിംഗ് ചെയിൻ ഐസോമർസം. ആൽക്കീൻസിന് എപ്പോഴും സൈക്ലോ ആൽക്കീൻസ് റിംഗ് ചെയിൻ ഐസോമറായിട്ടുണ്ടാവും. കാരണം ആൽക്കീൻസിൻ്റെയും സൈക്ലോ ആൽക്കീൻസിൻ്റെ ജനറൽ ഫോർമുല ഒന്ന് തന്നെയാണ്, CnH2n. രണ്ടുപേർക്കും ഒരേ ജനറൽ ഫോർമുലയാണ്. ഒരേ ജനറൽ ഫോർമുല വന്നാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഐസോമർസം കാണിക്കാൻ സാധിക്കും, പോസിബിലിറ്റി ഉണ്ടെന്നാണ്. സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ബട്ട് അവരുടെ എന്തിന് വ്യത്യാസം വന്നു? സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു. സ്ട്രക്ചറിൽ എങ്ങനെ വ്യത്യാസം വന്നേ? ഒരാൾ ലീനിയർ ആണ്, ഒരാൾ സൈക്ലിക് ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ റിംഗ് ചെയിൻ ഐസോമർസം എന്ന് വിളിക്കുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രൊപ്പീൻ നോക്കാം. പ്രൊപ്പീൻ്റെ ഫോർമുല എന്താ? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് പ്രൊപ്പീൻ്റെ ഫോർമുല. സ്ട്രക്ചർ മോളിക്കുലർ ഫോർമുല ഇപ്പോൾ എന്തുവരും? C3H6. ഇതാണ് പ്രൊപ്പീൻ. ഇനി അതിൻ്റെ ഇതിന് വേറെ ഐസോമറൊന്നും പറ്റില്ല അല്ലേ? ഇതിന് നമുക്ക് ചെയിൻ ഐസോമർ പറ്റില്ല, കാരണം ഇനി ചെയിൻ ഇട്ടാൽ വേറെ പുതിയ കോമ്പൗണ്ടൊന്നും കിട്ടില്ല. പൊസിഷൻ ഐസോമർ പറ്റില്ല, കാരണം ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തേക്ക് മാറ്റിയാലും സെയിം പൊസിഷൻ 1 തന്നെ വരുള്ളൂ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം പറ്റില്ല, കാരണം ഡബിൾ ബോണ്ടിന് പകരം ഇനി വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇടാൻ പറ്റില്ല, മോളിക്കുലർ ഫോർമുല മാറിപ്പോൾ. മെറ്റാമറിസം പറ്റില്ല. അപ്പോൾ പ്രൊപ്പീൻ എത്ര ഐസോമർ ഉണ്ടെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ എന്താ ആൻസർ എഴുതുള്ളൂ? 1 എന്ന് എഴുതുള്ളൂ, നോർമൽ പ്രൊപ്പീൻ മാത്രം. പക്ഷെ അല്ല, പ്രൊപ്പീന് 2 ഐസോമർ ഉണ്ട്. പ്രൊപ്പീൻ്റെ രണ്ടാമത്തെ ഐസോമറാണ് ഇത്, സൈക്ലോപ്രൊപ്പെയിൻ. പ്രൊപ്പീൻ ഈസ് റിംഗ് ചെയിൻ ഐസോമർ ഓഫ് സൈക്ലോപ്രൊപ്പെയിൻ. സൈക്ലോപ്രൊപ്പെയിൻ്റെ ഫോർമുല നോക്കിയേ, ഈ ഓരോ വെർട്ടെക്സിലും എന്താ? CH2 ആണ്. അപ്പോൾ അതെന്നെ നോക്കിയേ, CH2 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 C3H6. സെയിം മോളിക്കുലർ ഫോർമുല അല്ലേ വന്നേ നോക്കിയേ, കണ്ടോ? പക്ഷേ അത് സൈക്ലിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. ഒരു ലീനിയറും ഒരു സൈക്ലിക്കും തമ്മിൽ ഇങ്ങനെ ഐസോമർസത്തിൽ വരുന്നതുകൊണ്ടാണ് നമ്മളതിനെ റിംഗ് ചെയിൻ ഐസോമർസം എന്ന് വിളിക്കാനുള്ള കാരണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതുപോലെ തന്നെ ബ്യൂട്ടീൻ എഴുതി നോക്കാം നമുക്ക്. ബ്യൂട്ടീൻ ആരൊക്കെ ഉണ്ടാവും? CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് ബ്യൂട്ടീൻ. ഇത് പക്ഷേ ബ്യൂട്ട് 1ഈനാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു പൊസിഷൻ ഐസോമറും കൂടെ എഴുതാം. ആരാ? ബ്യൂട്ട് 2ഈൻ, CH ഡബിൾ ബോണ്ട് CH CH3. ഇത് ബ്യൂട്ട് 2ഈൻ. ഇവർ തമ്മിൽ എന്ത് ഐസോമറാ? പൊസിഷൻ ഐസോമേഴ്സാണ്. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ ചെയിൻ ഐസോമർ എഴുതാൻ പറ്റുമോ നോക്കാം. ചെയിൻ ഐസോമർ പറ്റില്ല അല്ലേ? ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടാലും സെയിം തന്നെ വരുള്ളൂ, പിന്നെ ഒരെണ്ണെടുത്ത് ഇങ്ങോട്ട് ഇട്ടാലും കാര്യമില്ല. സോ പൊസിഷൻ ഐസോമർ കിട്ടി. ഇനി ഇതിൻ്റെ റിംഗ് ചെയിൻ ഐസോമർ ആരായിരിക്കും? ബ്യൂട്ടീൻ്റെ റിംഗ് ചെയിൻ ഐസോമർ ബ്യൂട്ടൈൻ ആയിരിക്കും. കണ്ടോ? അപ്പോൾ ആൽക്കീൻ്റെ റിംഗ് ചെയിൻ ഐസോമർ സൈക്ലോ ആൽക്കെയിൻ ആയിരിക്കും. ആൽക്കീൻ്റെ റിംഗ് ചെയിൻ ഐസോമർ സൈക്ലോ ആൽക്കീൻ ആയിരിക്കും. അതുപോലെ ആൽക്കൈൻസിൻ്റെ റിംഗ് ചെയിൻ ഐസോമറാണ് സൈക്ലോ ആൽക്കീൻ. കണക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കിയേ? ആൽക്കീൻസിൻ്റെ റിംഗ് ചെയിൻ ഐസോമർ സൈക്ലോ ആൽക്കെയിൻ, ആൽക്കൈൻസിൻ്റെ റിംഗ് ചെയിൻ ഐസോമർ സൈക്ലോ ആൽക്കീൻ ആയിരിക്കും. നമുക്ക് ബ്യൂട്ടൈൻ എഴുതി നോക്കാം. ബ്യൂട്ടൈൻ, അതായത് ഇത് തന്നെ ബ്യൂട്ടൈൻ ആക്കി നോക്കാം നമുക്ക്. ബ്യൂട്ടൈൻ, ഇതാണല്ലേ ബ്യൂട്ടൈൻ. ഈ ബ്യൂട്ടൈന് നമുക്ക് എന്ത് എഴുതാം? പൊസിഷൻ ഐസോമർ എഴുതാം. ഇത് ബ്യൂട്ട് 1,9 ബ്യൂട്ട് 1,9. ഇതിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതുമ്പോൾ പൊസിഷൻ 2ലേക്ക് മാറ്റിയാൽ മതി. ഇതാണ് ബ്യൂട്ട് 2,9. ഇവർ തമ്മിൽ പൊസിഷൻ ഐസോമേഴ്സാണ്. ഇനി എന്ത് ഐസോമർ എഴുതാൻ നോക്കുക നമ്മൾ? റിംഗ് ചെയിൻ നോക്കുക. ഇതിൻ്റെ റിംഗ് ചെയിൻ, ആൽക്കൈൻ്റെ റിംഗ് ചെയിൻ ഐസോമർ സൈക്ലോ ആൽക്കീൻ. സോ ബ്യൂട്ടൈൻ്റെ റിംഗ് ചെയിൻ ഐസോമർ വിൽ ബി സൈക്ലോ ബ്യൂട്ടീൻ. സൈക്ലോ ബ്യൂട്ടീൻ. സൈക്ലോ ബ്യൂട്ടീൻ ഇതിൻ്റെ റിംഗ് ചെയിൻ ഐസോമറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തും. വീണ്ടും നമ്മളുടെ ആൻസർ തെറ്റും. ബിക്കോസ് ആൽക്കൈൻസിന് വേറൊരു ഐസോമറും കൂടി ഉണ്ട്, ആൽക്കാഡൈൻസ്. ആൽക്കൈൻസിൻ്റെ കൂടെ ഐസോമറായിട്ട് വരുന്ന ആളാണ് ആൽക്കാഡൈൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് 3 പേർക്ക് ഒരേ ജനറൽ ഫോർമുലയാണ്. അതുകൊണ്ട് എങ്ങനെ വരുന്നത്? ആൽക്കാഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ആൽക്ക, അതായത് എത്രയാണോ നിങ്ങൾ എടുത്ത് അത്രയും കാർബൺ തന്നെ. സോ ബ്യൂട്ട് തന്നെ എഴുതുക. 1 2 3 4 ബ്യൂട്ട് തന്നെ. ആൽക്കാഡൈൻ എന്ന് പറഞ്ഞാൽ 2 ഡബിൾ ബോണ്ട് വരെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. ഫോർമുല എഴുതി നോക്കി.
ഫോമുല നോക്കിയേ, C4H6 കണ്ടോ, ഇതെല്ലാം C4H6 അല്ലേ നോക്കിയേ. അപ്പോൾ ബ്യൂട്ടൈൻ്റെ ഐസോമേഴ്സാണ് നമ്മൾ എഴുതിയിരിക്കുന്നതല്ല. ഇത് നമുക്ക് നോർമലി എഴുതാൻ അറിയാം പൊസിഷൻ ഐസോമർ ആണെന്ന്, പക്ഷേ ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഇതങ്ങോട്ട് പഠിച്ചാൽ മതി. ആൽക്കീൻസ് ആർ റിംഗ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് സൈക്ലോ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ആർ റിംഗ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് സൈക്ലോ ആൽക്കീൻസ് ആസ് വെൽ ആസ് ആൽക്കാഡൈൻസ്. അപ്പോൾ നിങ്ങൾ ഐസോമറിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഇവരെയും കൂടെ കൗണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റും. അതിന് വേണ്ടിയാണ് ഈ ഐസോമറിസം പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ ഈ ബോക്സിലുള്ള കാര്യം പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഐസോമർ എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് റിംഗ് ചെയിൻ ഐസോമറിസം. അടുത്ത സ്ട്രക്ചറൽ ഐസോമറിസമാണ് ടോട്ടോമെറിസം. ടോട്ടോമെറിസം തന്നെ പല തരമുണ്ട്. ആദ്യം എന്താ ടോട്ടോമെറിസം നോക്കാം. അതായത് രണ്ട് ഐസോമേഴ്സ് തമ്മിൽ സ്പോണ്ടേനിയസ്ലി ഇൻ്റർകൺവേർട്ടബിൾ ആയിട്ട് ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിനാണ് ടോട്ടോമെറിസം എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള രണ്ട് മോളിക്യൂൾസ് തമ്മിൽ സ്പോണ്ടേനിയസ്ലി ഇൻ്റർകൺവേർട്ടബിൾ ആയിട്ട് എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ആ ഒരു ഫിനോമിനൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടോമെറിസം. നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ള ടോട്ടോമെറിസം കീറ്റോ ഈനോൾ ടോട്ടോമെറിസം ആണ്. ഇവർ മാത്രമല്ല നൈട്രോ കോമ്പൗണ്ട്സും ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള എല്ലാ ആൾക്കാരും ടോട്ടോമെറിസം കാണിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് കീറ്റോ ഇനോൾ ടോട്ടോമെറിസം. കീറ്റോ ഇനോൾ ടോട്ടോമെറിസത്തിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളായിട്ട് നമുക്ക് അസെറ്റാൽഡിഹൈഡ് നോക്കാം. CH3CHO ഇതാണ് അസെറ്റാൽഡിഹൈഡ്. അപ്പോൾ കീറ്റോ ഈനോളിൽ ഇത് കീറ്റോ ഫോമാണ്. ബിക്കോസ് ഇതിലൊരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ടോ, C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്. ദിസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈനോൾ ഫോം. ഈനോൾ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, തൊട്ടടുത്ത കാർബണിലേക്ക് ആ C ഡബിൾ ബോണ്ടോയുടെ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വാലൻസിയുടെ പ്രശ്നം വന്നില്ലേ, ആ ഓക്സിജന്. ആ വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഈ CH3 ഒരു H അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതെന്താവും, CH2 ആവും, ഇവിടെ ഡബിൾ ബോണ്ട് ആവും, ഇവിടെ OH ആവും, ഇവിടെ H. മനസ്സിലായോ നോക്കി നിങ്ങൾക്ക്? എന്താ സംഭവിച്ചത്? ഈ ഡബിൾ ബോണ്ടോ ആ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇയാൾക്കൊരു വാലൻസി നഷ്ടപ്പെട്ടു, ഇയാൾക്കൊരു വാലൻസി അധികം വന്നു. ഇയാളുടെ നഷ്ടപ്പെട്ട വാലൻസിക്ക് പകരം ഇയാളുടെ അധികം ഉള്ളൊരു ഹൈഡ്രജനെ അങ്ങോട്ട് കൊടുത്തു. സോ H അവിടെ പോയി കിടന്നു, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഇതിനെയാണ് ഈനോൾ ഫോം എന്ന് വിളിക്കുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് ഈനോൾ ഫോം എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഈൻ മീൻസ് ഡബിൾ ബോണ്ട്, ഓൾ മീൻസ് ആൽക്കഹോൾ. ഈനും ഓളും ഒരേ കോമ്പൗണ്ടിൽ തന്നെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഈനോൾ ഫോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കീറ്റോ ഫോം ഈസ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈനോൾ ഫോം. ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ടോട്ടോമെറിസം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ഐസോമേഴ്സ്, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള രണ്ട് ഐസോമേഴ്സ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ടോട്ടോമെറിസം എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് കീറ്റോ ഈനോൾ ടോട്ടോമെറിസം. ഇതിൽ ഈനോൾ ആണ് അൺസ്റ്റേബിൾ. ഈ കേസിൽ ഈനോൾ ആണ് അൺസ്റ്റേബിൾ. മോസ്റ്റ് കേസസിലും ഈനോൾ അൺസ്റ്റേബിളും കീറ്റോ ആയിരിക്കും മോർ സ്റ്റേബിൾ. ചില കേസസിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഈ ഈനോളിന് സ്റ്റെബിലിറ്റി വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഹൈഡ്രജൻ ബോണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈനോളിൽ വരികയാണെങ്കിൽ ഈനോളിനായിരിക്കും സ്റ്റെബിലിറ്റി. അല്ലാത്ത പക്ഷം എപ്പോഴും കീറ്റോ ഫോമിന് തന്നെയായിരിക്കും സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഒരെണ്ണം കൂടെ എഴുതി നോക്കാം നമുക്ക്. അസറ്റോൺ എഴുതി നോക്കാം. CH3CO CH3 ഇത് കീറ്റോ ഫോമാണ്. ബിക്കോസ് CO ഗ്രൂപ്പ് കണ്ടോ, അതുകൊണ്ട് ഇതിൻ്റെ കീറ്റോ ഫോമാണ്. ഈനോൾ ഫോം എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ എഴുതാം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടോമെറിസം നടക്കുള്ളൂ. ഒരു പോളാർ ഗ്രൂപ്പും ആൽഫ ഹൈഡ്രജനും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടോമെറിസം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആൽഫയിൽ ഹൈഡ്രജൻ വേണം എപ്പോഴും എടുക്കാൻ. ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലും ആൽഫ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് എടുക്കാം. ഞാനിപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ എടുത്ത് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? CH2 ഡബിൾ ബോണ്ട് COH CH3. കണ്ടോ, ഇത് ഈനും ഓളും ഒരുമിച്ച് വരുന്ന ഫോമാണ്. സോ ദിസ് ഇസ് ദി ഈനോൾ ഫോം. ഇവിടെയും കീറ്റോ ഫോമാണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ടോട്ടോമെറിസം ആവശ്യം വരും. ചില മെക്കാനിസംസിൽ ടോട്ടോമെറിസം ആവശ്യം വരും. ആ ക്വസ്റ്റ്യൻ്റെ റിയാക്ഷൻ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് ടോട്ടോമെറിസം എഴുതി നോക്കേണ്ടി വരും. അതല്ലാതെ ടോട്ടോമെറിസം കാണിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പോളാർ ഗ്രൂപ്പും ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടോമെറിസം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടോമെറിസത്തിൽ നിന്ന് അങ്ങനെ പല തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മിസ്സാക്കി കളയരുത്. ഉറപ്പായിട്ടും നിങ്ങളത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ വളരെ ബെനിഫിഷ്യലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.